സ്വന്തമായി ഒരു വീട്, സ്വന്തമായിട്ട് കയറി കിടക്കാൻ, ആരെയും പേടിക്കാതെ കിടക്കാൻ ഒരു വീട്. വീടുകളിലൊക്കെ കയറുമ്പോൾ ഒരു റാഹത്താണ്, ഒരു സന്തോഷമാണ്. ആ വീട്ടിൽ നമുക്ക് പോരാനേ തോന്നില്ല. ഒരു പ്രത്യേക എന്താ പറയുക, മനസ്സിനൊരു കുളിർമയാണ്. ചില വീടുകളിൽ ചെന്നാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്ത വരും. വീടിനല്ല പ്രശ്നം, ആ വീട്ടിൽ ആ വീട്ടുകാർ പെരുമാറുന്ന പെരുമാറ്റത്തിലാണ് ഇരിക്കുന്നത്. ചില വീടുകളിൽ ഖുർആനേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാകും, അത് ഷോക്കേസിൽ ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവിനെ പോലെ വെച്ചിട്ടുണ്ടാകും. ചില വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും ഓതപ്പെടുന്ന വീടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതപ്പെടുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും, അത് നമ്മുടെ വാഹനത്തിലാണെങ്കിലും, അത് നമ്മുടെ കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതണം. പഴയ കാലത്തുള്ള നമ്മുടെ വീടുകളിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ചെറിയ വീടാണ്, കഴിക്കാൻ പലപ്പോഴും ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സന്തോഷമാണ്, റാഹത്താൻ. എന്തേ കാരണം? അവിടെയൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുന്നുണ്ട്.